നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. IELTS റീഡിങ്ങിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രാക്ടീസിൻ്റെ എണ്ണം ഒരുപാട് കൂട്ടുക എന്നുള്ളതാണ്. ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിശ്ചിതമായ സമയം, അതായത് 1 hour, ആ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ, 1 മണിക്കൂറാണ് റീഡിങ്ങിനുള്ളത്, ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ 3 പാസേജസും ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈസിയർ ക്വസ്റ്റ്യൻസ് ക്വിക്ക്ലി, ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് സ്ലോലി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം എടുത്തിട്ട് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഇൻഫാക്ട് നിങ്ങൾ കൂടുതൽ ചോദ്യം എടുത്തൊരു ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു സൈക്കോളജിക്കൽ പാറ്റേൺ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എക്സാമിലും അത് റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. സോ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ടൈം ലിമിറ്റ് എപ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉത്തരം തെറ്റായാലും ശരിയായാലും ഒരു പരിധി വരെ നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ട്രൂ ഓർ ഫോൾസ്, ഒന്ന് യെസ് ഓർ നോ, ഒന്ന് മാച്ച് ദ ഹെഡിങ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം ഇവ 3 മാച്ച് ദ ഹെഡിങ്, ട്രൂ ഫോൾസ്, യെസ് ഓർ നോ പോലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും 40-ൽ ഒരു 15ഓളം ചോദ്യങ്ങൾ ഇവയാണ് ഉണ്ടാവുക. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഹെഡിങ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബോത്ത് ഇൻ ദ കേസ് ഓഫ് ജനറൽ ആൻഡ് ഇൻ ദ കേസ് ഓഫ് അക്കാഡമിക് വേർഷൻ ഓഫ് IELTS കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് യു ഗെറ്റ് ടു നോ അബൌട്ട് the intricacies of these 2 questions. Okay, അപ്പോൾ ട്രൂ ഫോൾസ് അതുപോലെ തന്നെ മാച്ച് ദ ഹെഡിങ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി കൂടുതൽ ഫോക്കസ് ചെയ്യുക, ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം സംടൈംസ് ആൻഡ് ഇറ്റ് ഓൾസോ കൺഫ്യൂസസ്. So in order to avoid such problems in time management and the probable confusions, it is obviously good to actually focus or emphasize more on these 2 types of questions. Thank you very much.